നമസ്കാരം. മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. ബിന്ദു അമ്മണിക്ക് മോഹം വെറും പബ്ലിസിറ്റി. ശബരിമലയിൽ കലാപമുണ്ടാക്കിയ ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു? ഒരു അഭിഭാഷകയാണെങ്കിലും അതിലുപരിയായി ആക്ടിവിസ്റ്റിന്റെ വേഷം കെട്ടി നടക്കുന്നവരാണ് ബിന്ദു അമ്മണി എന്ന സ്ത്രീ. ഇവരെ കേരളം തിരിച്ചറിഞ്ഞത് ശബരിമല സ്ത്രീ പ്രവേശന തർക്കം വലിയ വിഷയമായി മാറിയ അവസരത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമലയിൽ എല്ലാ പ്രായത്തിലും പെട്ട സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് വിശ്വാസികളുടെ മനസ്സ് താർക്കുന്നതാണ് എന്നും ശബരിമല ക്ഷേത്രത്തിൽ മാത്രം പ്രത്യേകമായി നിലനിൽക്കുന്ന ആചാരങ്ങളുടെ ലംഘനമാണെന്നും പറഞ്ഞുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നു. ശബരിമല തന്ത്രിയും ഇതിനോടൊപ്പം നിലപാട് സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ അവസരം ചൂഷണം ചെയ്തുകൊണ്ട് അനാവശ്യമായി ശബരിമലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്ന ആളായിരുന്നു ബിന്ദു അമ്മണി എന്ന ആക്ടിവിസ്റ്റ്. ഈ സംഭവം നടന്നിട്ടിപ്പോൾ നിരവധി വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ ഹൈന്ദവ വികാരം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗം എന്നോണം സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. പമ്പാ നദിയുടെ തീരത്താണ് ഈ സംഗമം നടക്കുന്നത്. ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് തനിക്ക് അവസരം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബിന്ദു അമ്മണി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി താരതമ്യം ചെയ്താൽ പലതരത്തിലുള്ള സവിശേഷതകൾ നിലനിന്നു പോകുന്ന ഒരു മഹാക്ഷേത്രമാണ് ശബരിമല എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ കൂടി വിശ്വാസികളും പൊതുസമൂഹവും കാണുന്നത് ശബരിമലയിലെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും സവിശേഷതയാണ്. ശബരിമല അയ്യപ്പന്റെ വിശ്വാസികളായി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തന്മാരിൽ യാതൊരു തരത്തിലുള്ള ഭിന്നതയും ആചാരവും നിഷ്കർഷിക്കുന്നില്ല എന്നതാണ് ഈ സവിശേഷത. ഏത് ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാർക്ക് അയ്യപ്പ ദർശനത്തിന് എത്തുന്നതിന് ഒരു തടസ്സവുമില്ല. ഇത് മാത്രമല്ല, അയ്യപ്പനെ കാണുവാനെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഭക്തന്മാർക്കിടയിൽ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ ഉള്ള തരംതിരിവുമില്ല. ഏത് പ്രമാണിയായാലും അയ്യപ്പനെ തൊഴുവാനെത്തിയാൽ കാടും മലയും താണ്ടി കാൽനടയായി തന്നെ സന്നിധാനത്ത് എത്തിച്ചേരണം. ഇത്തരത്തിൽ കഠിന യാത്ര നടത്തി അയ്യപ്പ ദർശനം നടത്തുമ്പോഴാണ് സാധാരണഗതിയിൽ ഒരു ഭക്തൻ കൂടുതൽ അയ്യപ്പ വിശ്വാസിയാവുകയും അതിൽ ആത്മനിർവൃതി നേടുകയും ചെയ്യുന്നത്. ശബരിമല ധർമ്മശാസ്താവിന്റെ ഉത്സവം സംബന്ധിച്ച ഐതിഹ്യങ്ങളും പുരാണങ്ങളും ക്ഷേത്രം സംബന്ധിച്ച ചരിത്രവും നിലവിലുള്ളതാണ്. ക്ഷേത്രത്തിന്റെ ചരിത്ര രേഖകളിൽ 400 വർഷത്തോളം മുൻപ് ശബരിമല ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അവിടെ പൂജകളും ദർശനത്തിന് ആളുകളും ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇത്രയ്ക്ക് പുരാതനമായ ക്ഷേത്രം എന്ന നിലയിൽ അവിടെ പരിപാലിച്ചു പോന്നിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും മാറ്റി എഴുതുവാൻ ശ്രമിക്കുന്നത് ശരിയായ നിലപാടല്ല. വിശ്വാസികൾ എല്ലാം സ്വമേധയാ അംഗീകരിക്കുകയും കാലങ്ങളായി നിലനിന്നു പോരുകയും ചെയ്യുന്ന ഒന്നാണ് ശബരിമലയിലെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള യുവതികൾ കടക്കരുത് എന്നുള്ളത്. ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രശ്ന സമയത്ത് ബിന്ദു അമ്മണിയും അന്യ സംസ്ഥാനക്കാരിയായ ഒരു സ്ത്രീയും മറ്റ് 2 പേരും അടക്കം 4 ആക്ടിവിസ്റ്റുകൾ ശബരിമലയിലേക്ക് കടന്നു കയറിയത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ബിന്ദു അമ്മണി അടക്കമുള്ള സ്ത്രീകൾക്ക് പോലീസ് സംരക്ഷണവും ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനും ഉണ്ടായിരുന്നു. പോലീസ് അകമ്പടിയോടുകൂടി സന്നിധാനത്തിലേക്ക് ബിന്ദു അമ്മണിയും കൂട്ടരും കടന്നപ്പോഴാണ് അവിടെ വലിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. ഏതായാലും ആ സംഭവം എല്ലാ നിയന്ത്രണങ്ങളും മറികടക്കുന്ന സ്ഥിതിയിലേക്ക് കടന്നുപോയി. കേരളത്തിൽ എന്ന് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അയ്യപ്പ ഭക്തന്മാരായ ഹൈന്ദവരെല്ലാം സ്ത്രീ പ്രവേശനം തടയുന്നതിന് സമരവുമായി രംഗത്ത് വന്നു. നിരവധി പേർ പോലീസ് സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന സ്ഥിതിയുമുണ്ടായി. ഇപ്പോൾ ശബരിമലയുടെ വികസന പദ്ധതികൾ സംബന്ധിച്ച് കൂടിയാലോചന എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തുന്നത്. ഇതിൽ ഹൈന്ദവ സംഘടന നേതാക്കളെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ തനിക്കും പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിന്ദു അമ്മണി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ
പച്ചയായി മനസ്സിലാക്കുന്ന ചില വസ്തുതകളുണ്ട്. ക്ഷേത്രപ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിലെ ഒരു ശനിക്ഷേത്രത്തിൽ സ്ത്രീകളെ ഇപ്പോഴും പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ബിന്ദു അമ്മിണി തെളിവായി മുന്നോട്ട് വയ്ക്കുന്നത്. ശബരിമല ക്ഷേത്രം നടത്തുന്നതിന് കേരളത്തിൽ നിന്നടക്കം നിരവധി യുവതികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതിന് സർക്കാർ അവസരം ഒരുക്കണമെന്നും ഒക്കെ ബിന്ദു അമ്മിണി ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവകാശ സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റ് എന്ന പേരിലാണ് ബിന്ദു അമ്മിണി രംഗത്ത് വരുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന ഘട്ടത്തിൽ രംഗത്ത് വന്ന ബിന്ദു അമ്മിണിയെ പിന്നെ മലയാളികൾ കണ്ടിട്ടേയില്ല. കേരളത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പലതരത്തിലുള്ള അതിക്രമങ്ങൾ നേരിട്ട സംഭവങ്ങളും അത് സംബന്ധിച്ച വാർത്തകളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പരാതികൾ, നിരപരാധികളായ നവദമ്പതികൾ സ്ത്രീ പീഡനത്തിന്റെയും മറ്റും പേരിൽ ക്രൂര പീഡനം നേരിടുന്നതും നിരവധി യുവതികൾ ആത്മഹത്യയിൽ അഭയം തേടുന്നതും ഒക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു യുവ നേതാവും MLA-യുമായ ആൾ നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതി നിലനിൽക്കുകയാണ്. ഇത്തരം സ്ത്രീകളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ബിന്ദു അമ്മിണിയുടെ പേര് മലയാളികൾ കേട്ടിട്ടില്ല. എവിടെയെങ്കിലും സ്ത്രീകൾ വിഷമതകൾ അനുഭവിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ബിന്ദു അമ്മിണി കടന്നു ചെന്നതായിട്ടും ഒരു വാർത്തയും ഇതുവരെ ഉണ്ടായിട്ടില്ല. വസ്തുതകൾ ഇതായിരിക്കെ ഇപ്പോൾ വീണ്ടും ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉയർത്തി ബിന്ദു അമ്മിണി രംഗത്ത് വരുന്നത് വെറും പബ്ലിസിറ്റി താല്പര്യം എന്നല്ലാതെ വേറെ ഒന്നുമല്ല. കേരളത്തിനകത്തോ പുറത്തോ ഉള്ള യുവതികൾ ആരെങ്കിലും ശബരിമല ധർമ്മശാസ്താവിനെ തൊഴുവാൻ കഴിയാത്തതിന്റെ പേരിൽ കടുത്ത നിരാശയിലാണ് എങ്കിൽ അവരെ കൂട്ടി ബിന്ദു അമ്മിണി ഒരു പൊതു സംഘടന ഉണ്ടാക്കുക. എന്നിട്ട് അത്തരത്തിലുള്ള ആയിരക്കണക്കിന് യുവതികളുമായി ജാഥ നയിച്ച് ശബരിമലയിലേക്ക് വരിക. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ബിന്ദു അമ്മിണി പറയുന്ന കാര്യങ്ങളിലും കഴമ്പുണ്ട് എന്ന് തുറന്നു പറയും. അപ്പോൾ ബിന്ദു അമ്മിണിക്ക് ഒപ്പം നിൽക്കുവാൻ കേരളത്തിലെ ജനങ്ങളും ഉണ്ടാകും. അതല്ലാതെ വീട്ടിലെ അടുക്കളയ്ക്കകത്തിരുന്നു കൊണ്ട് കേരളത്തിൽ സാമൂഹിക വിപ്ലവം ഉണ്ടാക്കി കളയാമെന്ന് ബിന്ദു അമ്മിണി മോഹിക്കുന്നു എങ്കിൽ അത് അതിരുവിട്ട മോഹമാണെന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. സർക്കാർ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന കാര്യം നമുക്ക് കണ്ടിരുന്നു കാണാം. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് അത്ഭുതമുണ്ടായാലും ഇല്ലെങ്കിലും ശബരിമലയും അവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാരും അവരുടെ വിശ്വാസങ്ങൾ നിലനിർത്തി പോകാൻ അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങളെ അനുസരിക്കുക തന്നെ ചെയ്യണം. ഒരു കാര്യം ബിന്ദു അമ്മിണിയെ പോലുള്ളവർ തിരിച്ചറിയണം. കേരളത്തിൽ നിന്നാണ് ഭൂരിപക്ഷം അയ്യപ്പന്മാരും ശബരിമലയിലേക്ക് ദർശനത്തിനായി വ്രതമെടുത്ത് പോകാറുള്ളത്. അവരുടെ കൂട്ടത്തിൽ ശബരിമലയിലേക്ക് കെട്ടും കെട്ടി ഇറങ്ങുവാൻ കേരളത്തില് ഒരു യുവതിക്കും താല്പര്യമില്ല. ഭർത്താക്കന്മാർ ഭക്തിയോടെ മലയ്ക്ക് പോകുന്നതും സഹോദരങ്ങൾ പോകുന്നതും ഭക്തിയോടുകൂടി നോക്കി നിൽക്കുകയും അവരെ തൊഴുകയോടുകൂടി ശബരിമലയിലേക്ക് യാത്ര അയക്കുകയും അയ്യപ്പ ഭക്തന്മാർ വഴി ലഭിക്കുന്ന അയ്യപ്പ കടാക്ഷം സ്വന്തം കുടുംബത്തിൽ യുവതികൾ അടക്കമുള്ള ബന്ധുക്കൾക്ക് അനുഗ്രഹം നൽകുന്നതിന് സഹായകമാകും എന്നും കൂടി കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ വീടുകളിലെ യുവതികൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായി നിലനിൽക്കുന്ന ആർക്കും ദോഷം ചെയ്യാതെ ഒരു ആചാരം അതേപടി തുടരട്ടെ എന്നാണ് അയ്യപ്പ ഭക്തന്മാരായ കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും കരുതുന്നത്. നന്ദി, നമസ്കാരം.